നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കുറസാവോ എന്ന നവാഗതരായ കുഞ്ഞൻ രാജ്യത്ത് ജർമ്മനി എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 7-1. ഈ സ്കോർ ലൈൻ കാണുമ്പോൾ പലർക്കും മറ്റു പലതും ഓർമ്മ വരുന്നുണ്ടാവും. അതവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് മാത്രമല്ല, അതിലൂടെ ഒരു വമ്പൻ റെക്കോർഡ് മറികടക്കുകയും ചെയ്തിരിക്കുന്നു ജർമ്മനി. 7-1 വിജയം ജർമ്മനി നേടിയതോടെ വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന ടീം എന്ന റെക്കോർഡ് ബ്രസീലിൽ നിന്ന് ജർമ്മനി സ്വന്തമാക്കിയിരിക്കുന്നു. ചരിത്രം തിരുത്തിയിരിക്കുന്നു. ഈ പോരാട്ടം തുടരുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഒറ്റ ഗോളിൻ്റെ വ്യത്യാസത്തിലാണ് ജർമ്മനി ബ്രസീലിനെ മറികടന്നിരിക്കുന്നത്. എല്ലാ വേൾഡ് കപ്പുകളും കളിച്ചിട്ടുള്ള ബ്രസീൽ ഇതുവരെ 238 ഗോളുകളാണ് നേടിയിരിക്കുന്നത് വേൾഡ് കപ്പിൽ. എന്നാൽ ഇന്നലത്തെ 7 ഗോളുകളോടെ ജർമ്മനി 239 ഗോളുകളുമായിട്ട് ഓൾ ടൈം ടോപ്പ് സ്കോറേഴ്സ് അറ്റ് ദി വേൾഡ് കപ്പ് എന്നുള്ള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഈ ടൂർണമെൻറ്റ് തുടങ്ങും മുമ്പ് ഏറ്റവും അധികം ഗോളുകൾ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ പേരിലാണ്. ബ്രസീൽ നേടിയിരുന്നത് ഈ വേൾഡ് കപ്പിന് മുമ്പത്തെ കണക്കാണ് നമ്മൾ പറയുന്നത്. 237 ഗോളുകളാണ്. കഴിഞ്ഞ കളിയിൽ ഒരു ഗോളടിച്ച് അവർ 238 അങ്ങനെ നിന്നു. ജർമ്മനി വേൾഡ് കപ്പിന് മുമ്പ് 232 ഗോളുകളാണ്. ഇപ്പോൾ ഈ കളിയിൽ 7 ഗോളുകളോടെ 239 എത്തി ബ്രസീലിന് ഒറ്റ ഗോളിനും മറികടന്നിരിക്കുന്നു. ഈ പോരാട്ടം തുടരും. വരും മത്സരത്തിൽ ബ്രസീൽ 2 ഗോൾ അടിച്ചാൽ ജർമ്മനി അവർ വീണ്ടും മറികടക്കും. പിന്നെ ജർമ്മനിയുടെ അടുത്ത കളിയിൽ എത്ര ഗോൾ, അതങ്ങനെ ഈ വേൾഡ് കപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ ഒരു റെക്കോർഡിൻ്റെ കാര്യത്തിൽ. ഏതായാലും 3-ാം സ്ഥാനത്തുള്ള അർജൻറ്റീനയാണ്. അവരേറെ പുറകിലാണ്. 152 ഗോളുകളുമായിട്ട് അർജൻറ്റീനയാണ് വേൾഡ് കപ്പിൽ കൂടുതൽ ഗോൾ അടിച്ചതിൻ്റെ കാര്യത്തിൽ 3-ാമത്. 4-ാമത് ഫ്രാൻസ് 136 ഗോളുകൾ. 5-ാമത് ഇറ്റലി 128 ഗോളുകൾ. അവർ ഈ വേൾഡ് കപ്പ് കളിക്കാനേ ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.